ഹായ് ഗെയ്സ്, എന്തെല്ലാം വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖാണല്ലോ. ഇന്നത്തെ സ്പെഷ്യൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ എളുപ്പത്തിലും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈന്തപ്പഴം ഫ്രൈ ആണ്. ഈന്തപ്പഴം എല്ലാവരും ഫ്രൈ ചെയ്യുന്നുണ്ടാവും, പക്ഷേ ഇതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള സ്നാക്സ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. അപ്പോൾ ശരി, എങ്ങനെ തയ്യാറാക്കുന്ന കണ്ടു നോക്കാം. ആദ്യം തന്നെ നമ്മുടെ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ട് 120 ml കപ്പോളം മൈദപ്പൊടി ഒഴിച്ചു കൊടുക്കാം. ശേഷം നമുക്ക് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ, ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുത്തിട്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് കുറച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ നന്നായിട്ട് ഒരു തിക്ക് രൂപത്തിലായിരിക്കണം. അപ്പോൾ ലൂസ് രൂപത്തിലൊന്നും ആയിരിക്കരുത്, ഇതുപോലെ കൺസിസ്റ്റൻറ്റിയിലായിരിക്കണം നമ്മുടെ ബാറ്റർ ഉണ്ടായിരിക്കേണ്ടത്. ശേഷം ഞാൻ 10 ഈന്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അളവിനനുസരിച്ചിട്ട് ഇതിൻ്റെ അളവൊക്കെ കൂട്ടിയും കുറച്ചിട്ട് എടുക്കാം. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. നമ്മൾ പൊടിക്കുന്ന മിക്സി ഉണ്ടല്ലോ, ജാറ്, അതിലോട്ട് ഇട്ടുകൊടുക്കാം. ഈന്തപ്പഴമൊക്കെ അതിലോട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം 60 ml കപ്പോളം തേങ്ങ ചിരകിയത് ഇട്ടുകൊടുക്കാം. ശേഷം ഒരു ടേബിൾ സ്പൂണോളം നിലക്കടലയാണ് ഇട്ടുകൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സ് ഉണ്ടെങ്കിലും ഇട്ടുകൊടുക്കാം. ബദാം, അതുപോലെ അണ്ടിപ്പരിപ്പ്, അങ്ങനെയുള്ളതൊക്കെ എന്താണെങ്കിലും ഇട്ടുകൊടുക്കാം കേട്ടോ. ശേഷം നമുക്കത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യണം. അപ്പോൾ കൂടുതൽ നേരം അരിഞ്ഞെടുക്കൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ആയിരിക്കും. ഇനി നമുക്കതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ബോൾസ് ആയിട്ട് എടുക്കാം. അതുപോലെ ബോൾസ് ആയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കൈ വെച്ച് പ്രസ് ചെയ്താൽ ഇങ്ങനെ വേറൊരു ഷേപ്പായി കിട്ടുമല്ലോ, അങ്ങനെ എടുക്കാം. അതല്ലെങ്കിൽ ഇതുപോലെയുള്ള ഷേപ്പാക്കി എടുക്കാം. ഞാൻ ഇങ്ങനെ ഷേപ്പിലാണ് കേട്ടോ എടുക്കുന്നത്. നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ ഒരു വ്യത്യസ്ത രീതിയിലായിരിക്കുമ്പോൾ ഒരു കുട്ടികൾക്ക് തന്നെ കാണുമ്പോൾ ഒരു പെട്ടെന്നൊരു നെട്ടിക്കൽ സ്നാക്സ് എന്ന് വിചാരിക്കുമല്ലോ, അതുപോലെ ഒരു സ്പെഷ്യലായിട്ട് ആക്കി എടുക്കാം. അപ്പോൾ അതേ രീതിയിലാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. എല്ലാം അതുതാ ഇങ്ങനെ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബാറ്റർ അതുപോലെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കൊന്നും വേണ്ട. നമുക്ക് അതിലോട്ട് മുക്കിയിട്ട് നമ്മൾ ചൂടായ എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കാം. ഏത് ഓയിൽ എടുക്കാം കേട്ടോ. ഞാനിവിടെ ഇപ്പോൾ തൽക്കാലം വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ ഏത് ഓയിലായിട്ടും എടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കാം. ഇനി നമ്മുടെ അകത്തൊക്കെ പിന്നെ സംഭവം വേവാനുള്ള കാര്യങ്ങളൊന്നുമില്ല, ഈ പുറത്തൊന്ന് വേവാനുള്ള ആവശ്യമല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചിട്ട് കൊടുക്കാം. ശേഷം നമുക്കിത് ഇതുപോലെ നമുക്ക് ബാറ്ററിൽ മുക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇതായിരിക്കും നമുക്ക് ഒന്നും കൂടി സിമ്പിളായിരിക്കും. ഒരു ഗ്ലാസ്സിലോട്ട് നമ്മൾ ചായ അടിക്കുന്ന ഗ്ലാസ്, ഏത് ഗ്ലാസ് ആണെങ്കിലും അതിലോട്ട് ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ അത് ഇതിലോട്ട് മുക്കിയിട്ട് നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. എന്നാൽ നമ്മുടെ അകത്തുള്ള നമ്മുടെ ഈത്തപ്പഴമൊന്നും പെട്ടെന്ന് ഇങ്ങനെ കാണില്ല, ഫുള്ളായിട്ട് കവർ ചെയ്ത് വരും കേട്ടോ. പിന്നെ അതുപോലെ പൊട്ടിപ്പോകില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ അടിപൊളി സ്നാക്സ്, ഈന്തപ്പഴം സ്നാക്സ് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ ഇതേ ഒരു കളറായിരിക്കുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ, എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ സിമ്പിളല്ലേ നമ്മുടെ ഈ സ്നാക്സ് റെഡിയാക്കി എടുക്കാം. പിന്നെ കഴിക്കുമ്പോഴോ നല്ല വെറൈറ്റി ഒരു ടേസ്റ്റ് കൂടിയാണ് കേട്ടോ. ഈന്തപ്പഴം, തേങ്ങ, അതുപോലെ നട്ട്സൊക്കെ കടിച്ച് കഴിക്കുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഇഫ്താറിനോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സ് ആയിട്ടോ എപ്പോൾ വേണമെങ്കിലും ഈത്തപ്പഴമൊക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ഇതുപോലെ അടിപൊളിയായിട്ട് സ്നാക്സ് ഉണ്ടാക്കാം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്കൊക്കെ മറക്കാതെ തന്നെ അറിയിക്കണേ. പിന്നെ ഈ വീഡിയോയും ഈ റെസിപ്പിയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് അപ്പോൾ നെക്സ്റ്റ് അടിപൊളി റെസിപ്പിയും കൊണ്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.